സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്എൽഒ. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഗ്രേറ്റ് സർക്കിൾ സെയിലിംഗ് ആണ്. സോ അതിനെ ബേസ് ചെയ്ത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെസൽ സെയിൽഡ് ഓൺ ഇനിഷ്യൽ ഗ്രേറ്റ് സർക്കിൾ കോഴ്സ് 210 ട്രൂ ഫ്രം പൊസിഷൻ 38 30 minutes south 025 30 minutes west for a distance of 1000 nautical mile. Find lat and long arrived final course. So we have to ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറൈവൽ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും പിന്നെ അറൈവലിൻ്റെ ഫൈനൽ കോഴ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് ഇനിഷ്യൽ ഗ്രേറ്റ് സർക്കിളിൻ്റെ കോഴ്സ് തന്നിട്ടുണ്ട്, 210 ട്രൂ. പൊസിഷന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 210 ട്രൂ എന്ന് പറയുമ്പോൾ വെസൽ ഓൾമോസ്റ്റ് സൗത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ് പോകുന്നത്. സോ വെസൽ വിൽ മൂവ് ലൈക്ക് ഫ്രം ഹിയർ ടു ഹിയർ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് എ എന്ന് എടുക്കാം, ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ബി എന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫിഗർ ഇത്തിരി കുറച്ച് എൻലാർജ് ചെയ്താണ് വരയ്ക്കുന്നത്. പിന്നെ നമ്മുടെ 38 30 minutes സൗത്ത് ആണ്. സോ എന്തുവാ നമ്മുടെ സൈഡ് വന്നിട്ട് സൗത്തിലോട്ടായിരിക്കും നമ്മളെ പോള് പോകുന്നത്. അപ്പോൾ നമുക്ക് സി ആയിട്ട് എടുക്കാം. ഇനി അടുത്ത നമ്മളെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്മോൾ എ വരും, ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്മോൾ ബി വരും, സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ബി വരും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂവും കൂടെ തന്നിട്ടുണ്ട്, ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1000 nautical mile. അതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 1000 nautical mile ട്രാവൽ ചെയ്തതാണ്. സോ നമ്മുടെ പി എന്ന് പറയുന്ന വാല്യൂ ഓൾറെഡി 1000 nautical mile എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഓൾവേസ് ഈ സൈഡ് നമ്മൾ ഡിഗ്രീസിലോട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. സോ 1000 nautical mile നമ്മൾ ഡിഗ്രീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 16 degree 40 minutes എന്ന് കിട്ടും. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ 1000-നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 16 degree 40 minutes. ഓക്കെ, നമുക്ക് ഈ സൈഡ് കിട്ടി. ഇനി അടുത്ത നമുക്ക് എയുടെ ലാറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് മീൻസ് 38 degree 30 minutes. സോ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഈ സൈഡിൻ്റെ കോലാറ്റ് എന്ന് പറയുമ്പോൾ 90 degree മൈനസ് 38 degree 30 minutes. ആൻസർ വരുന്നത് 51 degree 30 minutes ആണ്. സോ ഈ സൈഡ് എന്ന് പറയുന്നത് 51 degree 30 minutes ആണ്. ഇനി വേറൊരു ക്ലൂ എന്ന് പറയുന്നത് നമ്മുടെ എ ആണ്, ആംഗിൾ എ. ആംഗിൾ എ എന്ന് പറയുന്നത് 210 degree ട്രൂ എന്ന് വെച്ചാൽ ട്രൂയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ആംഗിൾ വരുമ്പോൾ നമുക്കിവിടെ വരുന്നത് 30 degree ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 degree ആണ്. അതെങ്ങനെ വന്നെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇത് 180 ആയിരിക്കും, അതിൻ്റെ റെസിപ്രോക്കൽ 360 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഒബ്വിയസ്ലി നമ്മൾ ആംഗിൾ എ ആഡ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൂ കോഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി 210 degree ആണെന്ന് അറിയാം. അപ്പോൾ 180-യുടെ 30 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 210 degree ട്രൂ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് 30 degree ആയിട്ട് എടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സൈഡ് എ കണ്ടുപിടിക്കാം. സൈഡ് എ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സൈഡും നമ്മളെ കയ്യിലുണ്ട്. പോരാത്തതിന് നമുക്ക് ആംഗിൾ എയും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് കോസ് സ്മോൾ എ ഈസ് ഈക്വൽ ടു കോസ് ക്യാപിറ്റൽ സ്മോൾ ബി ഇൻറ്റു കോസ് സ്മോൾ പി പ്ലസ് സൈൻ സ്മോൾ ബി ഇൻറ്റു സൈൻ സ്മോൾ പി ഇൻറ്റു കോസ് ക്യാപിറ്റൽ എ ആണ്. ഓക്കെ, നമ്മൾ ഈ സൈഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡും ഈ ആംഗിളാണ് എടുത്തത്. അപ്പോൾ കോസ് എ ഇസ് ഈക്വൽ ടു കോസ് 51 degree, ബിയുടെ വാല്യൂ 51 degree 30 minutes ഇൻറ്റു കോസ് പിയുടെ വാല്യൂ വന്നിട്ട് 16 degree 40 minutes. സോ 16 degree 40 minutes പ്ലസ് സൈൻ 51 degree 30 minutes ഇൻറ്റു സൈൻ 16 degree 40 minutes ഇൻറ്റു കോസ് എ എന്ന് പറയുന്നത് 30 degree ആണ്. ഓക്കെ, സോ നമ്മുടെ എയുടെ വാല്യൂ വരുന്നത് 37 degree 44.7 minutes ആണ് വരുന്നത്. നമ്മൾ ഈ ആൻസറിൻ്റെ കൂടെ നമ്മൾ കോസ് ഇൻവേഴ്സ് എടുക്കണം. ഓൾവേസ് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എയുടെ സൈഡും കിട്ടി. എത്ര? 37 degree 44.7 minutes നമുക്ക് എയുടെ ഇതും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിക്കാം. സോ ആംഗിൾ ബി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സൈഡും തന്നിട്ടുണ്ട്, ഈ സൈഡും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾ ബിയുടെ ഇക്വേഷനാണ് ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്.
സോ ആംഗിൾ ബിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു കോസ് സ്മോൾ പി ഡിവൈഡഡ് ബൈ സൈൻ സ്മോൾ എ ഇൻറ്റു സൈൻ സ്മോൾ പി. അപ്പം കോസ് 51 ഡിഗ്രി 30 മിനിറ്റ് മൈനസ് കോസ് 37 ഡിഗ്രി 44.7 മിനിറ്റ്സ് ഇൻറ്റു കോസ് 16 ഡിഗ്രി 40 മിനിറ്റ് ഡിവൈഡഡ് ബൈ സൈൻ 37 ഡിഗ്രി 44.7 മിനിറ്റ് ഇൻറ്റു സൈൻ 16 ഡിഗ്രി 40 മിനിറ്റ്സ്. ഓക്കെ, സോ സെയിം ഇതുപോലെ നമ്മൾ കോസ് ഇൻവേഴ്സ് എടുക്കുക, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മളെ ആൻസർ ആംഗിൾ ബിയുടെ ആൻസർ വരുന്നത് 140 ഡിഗ്രി 15.8 മിനിറ്റ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംഗിൾ ബിയും നമുക്ക് കിട്ടി. നമ്മുടെ ആംഗിൾ ബി എന്ന് പറയുന്നത് 140 ഡിഗ്രി 15.8 എന്നാണ്. ഓക്കെ, ഇനി വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബിയുടെ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ എ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, മീൻസ് അതെന്നാണ് നമ്മൾ കോലാറ്റ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ 90 ഡിഗ്രി ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആംഗിൾ ബി കണ്ടുപിടിക്കാം. ഓക്കെ, ആംഗിൾ ബി കണ്ടുപിടിച്ചു. ഇത് നമുക്ക് നമ്മളെ ഫൈനൽ കോഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഫൈനൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു ഇവിടെ 180 ആകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 360 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 360 ഡിഗ്രിന്ന് നമ്മൾ 140 ഡിഗ്രി 15.8 മൈനസ് ചെയ്യുമ്പോൾ 219.7 ഡിഗ്രി ട്രൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ കോഴ്സ്. അടുത്ത നമുക്ക് വേണ്ടത് അറൈവൽ ലാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, സോ അറൈവൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ എ നമുക്ക് തന്നിട്ടുണ്ട് 37 ഡിഗ്രി 44.7 മിനിറ്റ്സ്. അപ്പോൾ ബിയുടെ അറൈവൽ ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൽ നിന്ന് ഈ നമുക്ക് കിട്ടിയ കോലാറ്റിൽ നിന്ന് നമ്മൾ 90 ഡിഗ്രിയിൽ നിന്ന് ഈ കോലാറ്റ് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ അറൈവൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് കോലാറ്റ്, നമുക്ക് കിട്ടിയ കോലാറ്റ് ഓൺ സൈഡ് ബി സിയുടെ സൈഡിൽ കിട്ടിയ കോലാറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 90 ഡിഗ്രി മൈനസ് 37 ഡിഗ്രി 44.7 മിനിറ്റ്സ്. അപ്പോൾ നമ്മുടെ അറൈവൽ ലാറ്റ് എന്ന് പറയുന്നത് 52 ഡിഗ്രി 50.3 മിനിറ്റ് സൗത്ത്. ഓക്കെ, കാരണം ക്വാഡ്രന്റ് സൗത്ത് വെസ്റ്റിലോട്ടാണ് വെസ്റ്റിൽ മൂവ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ഇത് സൗത്ത് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബിയുടെ വാല്യൂ കിട്ടി എത്ര? 52 ഡിഗ്രി 15.3 മിനിറ്റ് സൗത്ത്. അങ്ങനെ നമ്മുടെ അറൈവൽ ലാറ്റിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അറൈവൽ ലോഞ്ചിറ്റ്യൂഡാണ്. നമ്മൾ അറൈവൽ ലോഞ്ചിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഡി ലോങ് വേണം. ഡി ലോങ് എവിടെയായിരിക്കും വരുന്നത്? നമ്മുടെ ഈ സി എന്ന് പറയുന്ന ഈ പോയിന്റിലായിരിക്കും നമ്മൾ ഡി ലോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡി ലോങ് ആരും കണ്ടുപിടിക്കാൻ പറ്റും. ഡി ലോങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തോന്നാണ്? ഡി ലോങ് അല്ല, ആംഗിൾ സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സെയിം നമ്മൾ ആംഗിൾ സി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ എയും ഈ ബിയും ആണ് നമ്മൾ അഡ്ജസ്റ്റൻറ്റ് സൈഡായിട്ട് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ആംഗിൾ സി എന്ന് വെച്ചാൽ നമ്മൾ ഡി ലോങ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ കോസ് ക്യാപിറ്റൽ സി ഇസ് ഈക്വൽ ടു കോസ് സ്മോൾ സി. കോസ് സ്മോൾ സി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 1000 നോട്ടിക്കൽ മൈൽസിനെ നമ്മൾ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്ത് 16 ഡിഗ്രി 40 മിനിറ്റ്സിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ സ്മോൾ സി മൈനസ് കോസ് എ ഇൻറ്റു കോസ് ബി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ ബി. അപ്പോൾ കോസ് സി ഇസ് ഈക്വൽ ടു കോസ് 16 ഡിഗ്രി 40 മിനിറ്റ്സ് മൈനസ് കോസ് 37 ഡിഗ്രി 44.7 മിനിറ്റ്സ് ഇൻറ്റു കോസ് 51 ഡിഗ്രി 30 മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ സൈൻ 37 ഡിഗ്രി 44.7 മിനിറ്റ്സ് ഇൻറ്റു സൈൻ 51 ഡിഗ്രി 30 മിനിറ്റ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് ആംഗിൾ സിയുടെ ആൻസർ വന്നിട്ട് 13 ഡിഗ്രി 32.9 മിനിറ്റ്സ് ആണ് വന്നത്. സോ ഇതാണ് നമ്മുടെ ഡി ലോങ് എന്ന് പറയുന്ന ആൻസർ. ഡി ലോങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡി ലോങ് 13 ഡിഗ്രി
32.9 മിനിറ്റ്. ഓക്കെ, നമ്മുടെ ഡി ലോങ് കിട്ടി. ഓക്കെ, നമ്മുടെ ലോങ്, നമ്മുടെ അറൈവൽ ലോങ് നമുക്ക് തന്നിട്ടുണ്ട് 0 to 5 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ്. ഇനി നമ്മൾ അറൈവൽ ലോങ്ങിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം അറൈവൽ ലോങ്ങിറ്റ്യൂഡ് വന്നിട്ട് 0 to 5 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് പ്ലസ് 13 ഡിഗ്രി 32.9 മിനിറ്റ്. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ വന്നിട്ട് 52 ഡിഗ്രി 039 ഡിഗ്രി 02.9 മിനിറ്റ് വെസ്റ്റ്. ഓക്കെ, അതാണ് നമ്മുടെ അറൈവൽ ലോങ്ങിറ്റ്യൂഡ്. ഇനി നമ്മുടെ ആൻസർ നമ്മൾ ഓൾറെഡി നമ്മളെല്ലാം കണ്ടുപിടിച്ചു. അറൈവൽ ലാറ്റ് കണ്ടുപിടിച്ചു, അറൈവൽ ലോങ്ങിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. ഇത് നമ്മൾ ഡി ലോങ്ങുമായിട്ട് നമ്മൾ ഇനിഷ്യൽ ലോങ്ങിറ്റ്യൂഡായിട്ട് ആഡ് ചെയ്യാൻ ചെയ്ത. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? അറൈവൽ ലാറ്റും ലോങ്ങും. അപ്പോൾ 52 ഡിഗ്രി 15.3 മിനിറ്റ് സൗത്ത്, 039 ഡിഗ്രി 02.9 മിനിറ്റ് വെസ്റ്റ്. ഇതാണ് നമ്മുടെ അറൈവൽ ലോങ്ങിറ്റ്യൂഡ്. നമ്മൾ ഓൾവേസ് ലാസ്റ്റ് ആൻസർ ചെയ്തപ്പോൾ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ ഓൾവേസ് ഇതാവുക. ഇതാണ് നമ്മുടെ അറൈവൽ ലാറ്റും ലോങ്ങും. ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഓൾറെഡി കണ്ടുപിടിച്ചു നമ്മുടെ ഫൈനൽ കോഴ്സ്. ഓക്കെ, നമ്മുടെ ഫൈനൽ കോഴ്സ് എന്ന് പറയുന്നത് 219.7 ഡിഗ്രി ട്രൂ. അതും ഇതുപോലെ നിങ്ങൾ ഒരു ബ്ലോക്ക് ആക്കി ഇടുക. സോ നമ്മൾ MMD എക്സാമിന് ആൻസർ എഴുതുമ്പോൾ ഓൾവേസ് ഫൈനൽ ആൻസർ ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് ഇടുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ട്രിക്കും കാര്യങ്ങളും, ഇവിടെ 180+A കൊടുക്കുക, ഇവിടെ 360 അതിൻ്റെ റെസിപ്രോക്കൽ ഒന്ന് മൈനസ് കൊടുക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത നമ്മൾ ഇതിപ്പോൾ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമ്മൾ വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് ഇനിഷ്യൽ കോഴ്സ് ഫൈനൽ കോഴ്സ് ഫ്രം ഇനിഷ്യൽ A 06 ഡിഗ്രി 00 മിനിറ്റ് നോർത്ത്, 079 ഡിഗ്രി 00 മിനിറ്റ് വെസ്റ്റ് ടു അറൈവൽ B 38 ഡിഗ്രി 00 മിനിറ്റ് സൗത്ത്, 179 ഡിഗ്രി 00 മിനിറ്റ് ഈസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതൊന്നുമില്ല. നമ്മുടെ നോർമൽ ക്വസ്റ്റ്യൻ തന്നെ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, നമ്മുടെ വെസൽ പോകുന്നത്, നമ്മുടെ വെസൽ ഇപ്പോൾ നോർത്തിലാണ്. ഓക്കെ, നോർത്തിൽ നിന്ന് അതിങ്ങനെ സൗത്തിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് നോർത്ത് പോൾ എടുക്കുക, ഇങ്ങോട്ട് 0, ഇങ്ങോട്ട് 180, ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈസ്റ്റേർലി ഡയറക്ഷൻ, ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ വെസ്റ്റേർലി ഡയറക്ഷൻ. ഇതൊരു ക്ലൂ ആണ്. നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനിൽ ഡി ലോങ് കണ്ടുപിടിക്കാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഇതാണ്. എന്നിട്ട് നമ്മൾ അറൈവൽ എന്ന് പറയുന്നത് 1079 ഡിഗ്രി, നമ്മുടെ ബി എന്ന് പറയുന്നത് 179 ഡിഗ്രി. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും എടുക്കുന്നത്. അതും വെസ്റ്റേർലി ഡയറക്ഷനിലാണ് ഇത് പോകുന്നത്, അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വെസ്റ്റേർലി ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇത് സൈഡ്സ് വന്നിട്ട് താഴോട്ടായിരിക്കും പോകുന്നത്. കാരണം ഏറ്റവും ലോങ്ങസ്റ്റ് ലാറ്റിറ്റ്യൂഡിൻ്റെ ഇത് വന്നിട്ട് സൗത്താണ്. ഇനി നമ്മൾ ഒരു ഇക്വേറ്റർ, സപ്പോസ് നമ്മൾ ഒരു ഇക്വേറ്റർ ഇവിടെ വരച്ചു. ഓക്കെ, ഇതാണ് ഇക്വേറ്റർ വന്നിട്ട്. ഇനി അടുത്തത് ഇത് സി ആയിട്ട് എടുത്തു, ഇതിൻ്റെ ഓപ്പോസിറ്റ് എ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇത് ബി, ഇത് ബി. ബട്ട് ഇവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, നമ്മുടെ 38 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്, 38 ഡിഗ്രി 00 മിനിറ്റ് സൗത്ത്. സോറി, ഇത് വന്നിട്ട് 06 ഡിഗ്രി 00 മിനിറ്റ് നോർത്ത്. ഇത് വന്നിട്ട് 38 ഡിഗ്രി 00 മിനിറ്റ് സൗത്ത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കോലാറ്റ് വന്നിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 90 മൈനസ് കോലാറ്റാണ് ചെയ്തത്. ബട്ട് ഇതിൻ്റെ ഇത്രയും പോർഷൻ നോർത്തിലാണ്. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ ഡീലാറ്റ് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് ഇത് വന്ന് നമ്മളത് ആഡ് ചെയ്ത് ഏറ്റവും വലിയ സിമ്പിൾ ഏതാണോ നമ്മൾ വലിയതല്ല, നമ്മൾ ഏത് ഡയറക്ഷനിലോട്ടോ ആ ഡയറക്ഷനിലെ സിമ്പിളാണ് നമ്മളിരുന്നത്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഇത്രയും ഭാഗം സൗത്തിൽ, പക്ഷേ ഇത്രയും ഭാഗം നോർത്തിൽ. അപ്പോൾ ഈ 90 ഡിഗ്രിയോട് നമ്മൾ ഇത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് ബി വന്നിട്ട് 90 ഡിഗ്രി പ്ലസ് 06
-0.00 വരും. അപ്പോൾ നമ്മൾ സൈഡ് ബീൻ്റെ ആൻസർ വന്നിട്ട് 96 ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഈ അടുത്ത സൈഡ് എ അത് നോർമലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ 90° -38°00. ഓക്കെ, അതിൻ്റെ ആൻസർ വന്നിട്ട് 52° കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഡി ലോങ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡി ലോങ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നുമില്ല, ഇവിടെ നിന്ന് ഇത്ര വരെയുള്ള മീൻസ് വാല്യൂ അത് നമുക്ക് വന്നിട്ട് 102° കിട്ടും. ഡി ലോങ് കണ്ടുപിടിക്കാൻ അറിയാലോ, ഇവിടെ നിന്ന് ഇത്രയും എത്രയുണ്ടോ അത്രയും ഇതും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, സപ്പോസ് ഇതിപ്പോൾ 079° ആണ്. അപ്പോൾ 180 079 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ആംഗിൾ കിട്ടും. ഇവിടെ നിന്ന് പിന്നെ വേണ്ടത് ഒരു മീൻസ് ഇത് 180, ഇത് 170. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു ആംഗിളും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ 102° വെസ്റ്റേർലി ഡയറക്ഷൻ. നമുക്ക് ഇതിലിപ്പോൾ സിമ്പിൾസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് തന്ന പോലെ എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എടുത്ത് പറയാനുള്ള കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ കോലായിട്ട് നമ്മൾ ഇവിടെ മൈനസ് അല്ല ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ സ്പീഡിന് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ മൈനസ് ചെയ്ത് പോവും. അപ്പം അത് വരാതിരിക്കാനാണ് ഈ ക്വസ്റ്റിനെ എടുത്ത് പറഞ്ഞത്. നമ്മൾ കോലാറ്റ് കണ്ടുപിടിക്കുന്നത് ഇത് ഇത്രയും ഭാഗം നോർത്തിലായതുകൊണ്ട് നമ്മൾ 90 ആഡ് ചെയ്താണ് നമ്മൾ ഈ കോലാറ്റ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ സാധാരണ നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് കോസ് പി ഇസ് ഈക്വൽ ടു cos A into cos B plus sin A into sin B into cos capital C. അപ്പോൾ നമ്മുടെ P cos P is equal to cos 52 into cos 96° plus sin 52° into sin 96 into cos 102°. അപ്പോൾ നമ്മളെ പിയുടെ വാല്യൂ വന്നിട്ട് 103.1° എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 103.1°. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്മളെ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പിയുടെ വാല്യൂ വന്നിട്ട് അതിനെ ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ് മീൻസ് ഡിസ്റ്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ 103.1° ഇൻറ്റു 60, അപ്പോൾ നമുക്ക് 6186 നോട്ടിക്കൽ മൈൽസ്. അതാണ് നമ്മൾ ട്രാവൽ ചെയ്ത ഗ്രേറ്റ് സർക്കിൾ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ആദ്യം ആംഗിൾ എയും വേണം, ആംഗിൾ ബിയും വേണം. അപ്പോൾ നമ്മൾ സാധാരണ പോലെ നമുക്ക് ആദ്യം ആംഗിൾ എ കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കോസ് എ ഇസ് ഈക്വൽ ടു കോസ് എ മൈനസ് കോസ് ബി ഇൻറ്റു കോസ് ബി ഡിവൈഡഡ് ബൈ സൈൻ ബി ഇൻറ്റു സൈൻ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു cos 52 minus cos 96 into cos 103.1° divided by sin 96° into sin 103.1°. ഓക്കെ, സോ നമ്മുടെ ആംഗിൾ എയുടെ വാല്യൂ വന്നിട്ട് 52° 19.6 മിനിറ്റ് വരും. ഓക്കെ, അതാണ് നമ്മുടെ ആംഗിൾ എ. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 52° 19.6 മിനിറ്റ്സ്. അടുത്തത് ആംഗിൾ ബി കണ്ടുപിടിക്കുക. അതും സെയിം കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് സ്മോൾ ബി മൈനസ് കോസ് എ ഇൻറ്റു കോസ് ബി ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സൈൻ ബി. ഓക്കെ, അപ്പോൾ കോസ് ബി ഇസ് ഈക്വൽ ടു cos 96 minus cos 52 into cos 103.1 divided by sin 52 into sin 103.1. അപ്പോൾ നമ്മളെ ആംഗിൾ ബി എന്ന് പറയുന്നത് 87° 23.1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ ആംഗിൾ ബി നമ്മൾ കണ്ടുപിടിച്ചു 87° 23.1. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇനിഷ്യൽ കോഴ്സും ഫൈനൽ കോഴ്സും കണ്ടുപിടിക്കാം. അപ്പോൾ ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് ഫൈനൽ കോഴ്സ് നമുക്കറിയാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫിഗർ ഇങ്ങനെ വരുന്നത്. സോ ഒബ്വിയസ്ലി ഇത് 180°, ഇത് 360, ഇത് പ്ലസ് ചെയ്യും, ഇത് മൈനസും ചെയ്യും. ഓക്കെ,
സോ ഇനിഷ്യൽ കോഴ്സ് വന്നിട്ട് 180 പ്ലസ് ആംഗിൾ എ എന്ന് പറയുന്നത് 52 19.6 അതെന്ന് പറയുന്നത് 2.3 ട്രൂ വരും. ഓക്കെ, അതാണ് ഇനിഷ്യൽ കോഴ്സ്. ഫൈനൽ കോഴ്സ് വന്നിട്ട് 360 മൈനസ് ആംഗിൾ ബി അതെന്ന് പറയുമ്പോൾ 87 23.1 അത് പറയുമ്പോൾ 2.6 ട്രൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കോഴ്സ് എന്ന് പറയുന്നത് 2.3 ട്രൂവും ഫൈനൽ കോഴ്സ് എന്ന് പറയുന്നത് 2.6 ട്രൂ. ഓക്കെ, സോ ഒരു ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഗ്രേറ്റ് സർക്കിൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 6186 മതിയാണ്. അത് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ലാസ്റ്റ് എഴുതും. സോ ഗ്രേറ്റ് സർക്കിൾസ് ഏരിയയിലെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടെ വരാം, ഫൈൻഡ് ദ വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ ഇനി അടുത്തിടാൻ പോകുന്ന വീഡിയോ ടൈറ്റ്സിനെ പറ്റിയായിരിക്കും, എസ്പെഷ്യലി ഓൺ വോളിയം 1 ആൻഡ് വോളിയം 2. ബേസിക്കലി കോൺസെൻട്രേറ്റഡ് ഓൺ സെക്കൻഡറി പോർട്സ്. സ്റ്റാൻഡേർഡ് പോർട്സ് നമുക്ക് അറിയാം, അത് ഈസിയാണ്. സ്റ്റാൻഡേർഡ് പോർട്സ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല, കാരണം അത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് വരാറില്ല. സെക്കൻഡറി പോർട്സ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ടൈറ്റ്സിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ആയിരിക്കും ഇടുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ ബൈ.